الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുസ്ലിമായി അഥവാ സമർപ്പിതനായി ജീവിക്കാൻ, മുഅ്മിനായി ജീവിക്കാൻ, മുത്തഖിയായി അള്ളാഹുവിൻ്റെ ദൂരപരിധികളെ സൂക്ഷിച്ച് ജീവിക്കാൻ നിരന്തരം പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ദീൻ എത്ര നല്ലൊരു ചട്ടക്കൂടാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സുരക്ഷിതമായ ഒരു വഴിയിലൂടെ വൈയക്തികമായി, കൗടുംബികമായി, സാമൂഹികമായി, രാഷ്ട്രപരമായി, സാമ്പത്തികമായി നമ്മളെ സുരക്ഷിതമായ ഒരു കവചത്തിൻ്റെ ഉള്ളിൽ നിലനിർത്തുന്നു. ആ കവചം പൊട്ടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ വൈയക്തികമായി തകർച്ച നമ്മെ അനുഭവപ്പെടുന്നു, സാമ്പത്തിക തകർച്ചയുണ്ടാകുന്നു, സാമൂഹിക തകർച്ചയുണ്ടാകുന്നു, കൗടുംബിക തകർച്ചയുണ്ടാകുന്നു, രാഷ്ട്രം പോലും അതിൻ്റെ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. നോക്കൂ, അതിലേറ്റവും വലിയ ഒരു മാർഗദർശനമാണ് മനുഷ്യനോട് മിതമായി അവൻ അനുവദിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുവാനുള്ള മാർഗദർശനം. അൽ അദിൽ, ഒരു സംഗതി അതിൻ്റെ ഏറ്റവും വസത്തായ രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ടി അവനെ പഠിപ്പിക്കുന്നു മതം. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുന്നത്, അമിതവ്യയം ചെയ്യുന്ന ആളുകൾ അവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഒരു വിഷയത്തിലും അമിതവ്യയം ചെയ്യുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുൻ നാർ. മതമാണത്, ദീനാണ്. ഇസ്രാഫ് നടത്തുന്നവൻ നരകാവകാശിയാണ്. പരലോകം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു അവന് നൽകിയ ഏതൊരു അനുഗ്രഹവും നമുക്കറിയാം. നമ്മളെല്ലാവരും രണ്ട് വെറും കൈകൾ കൊണ്ടുവന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മുടെ കൈകളിൽ ഒരുപാട് സംഗതികളുണ്ട്. ഒരുപാട് കൈകൾ നമ്മുടെ കൈകളിൽ സംഗതികളുണ്ട്. ഒരുപാട് സ്വിച്ചുകൾ നമ്മുടെ ഫിംഗറിലാണുള്ളത്. ഒരുപാട് സംഗതികളുടെ താക്കോലുകൾ നമ്മുടെ കൈകളില, പാസ്വേഡ് നമ്മുടെ കൈകളിലാണുള്ളത്. ഇതെല്ലാം ഉപയോഗിക്കാൻ അള്ളാഹു നമ്മെ അനുവദിച്ചിരിക്കുന്നു ഒരു കാലം വരെ. പക്ഷെ അവിടെ നമ്മളോട് പറഞ്ഞത്, നീ ഒന്നും നിന്റെ കൈകളിലേക്ക് നിഅമത്തായി ഞാൻ ഉടമപ്പെടുത്തി തന്നതിനെ ഉപയോഗിക്കാതെ കൈ കെട്ടിക്കളയരുത്, അറുപ്പിശുക്കരാകരുത്. പക്ഷേ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് നിന്റെ കൈകളെ നീ തുറന്നിടുകയും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ് മാ അജ്മല ഹാദദ്ദീൻ. ഈ മതം എത്ര നല്ല ഒരു മതമാണ്. മനുഷ്യനെ ജീവിതമാണ് പഠിപ്പിക്കുന്നത്. അതവന്റെ ഒരു പാരത്രിക വിജയപരാജയത്തെ മാത്രമല്ല, എല്ലാ ആളുകളുടെയും സുഗമമായ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. പരലോക പ്രതിഫലം നൽകാമെന്ന് വാഗ്ദത്തം നൽകിക്കൊണ്ട് അവനെ പ്രേരിപ്പിക്കുന്നത്. അല്ലാഹു പറയാണ്, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുതുഹാ കുല്ലൽ ബസത്.
മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങളുടെ കൈകളെ നിങ്ങൾ പിരടിയിലേക്ക് കെട്ടിയിടരുത്. അഥവാ ഒന്നും കൊടുക്കാതെ, ഒന്നും ഉപയോഗിക്കാതെ. അതേപോലെ തന്നെ വലാ തബ്സുത്ഹാ കുല്ലൽ ബസത്ത്, നിങ്ങൾ നിങ്ങളുടെ കൈകളെ പൂർണ്ണമായി തുറന്നിടുകയും ചെയ്യരുത്. അങ്ങനെ ഉണ്ടായാൽ എന്തുണ്ടാകും? നമ്മളുടെ കഴിഞ്ഞ പ്രവാസകാലത്തിന്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇന്ന് നമ്മളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളില്ലേ? കിട്ടിയതൊക്കെ ഇങ്ങനെ കിട്ടുന്നു, ഇങ്ങനെ ചെലവാക്കുന്നു, അടുത്ത മാസത്തെ സാലറിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ സാലറികൾ മതിയാവാതെ വന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. ഉള്ള കാലത്ത് ആ തുള്ളികളിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ല. ഇന്ന് നമ്മളുടെ മുഖത്ത്, പലരുടെയും മുഖത്ത് രക്തം വറ്റിയിരിക്കുന്നു. അഭിമാനത്തിന്റെ ശോഭ മാഞ്ഞിരിക്കുന്നു. എന്തേ കാരണം? ഒന്നുമില്ല. കാരണം ബാലൻസ് ഇല്ല. അതെന്നെ കാരണം. ബാലൻസ് ഇല്ല. ആവശ്യത്തിന് ചെലവഴിക്കാനുള്ള ബാലൻസ് ഇല്ല. എന്തേ അല്ലാഹു പറയുന്നത്? വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുത്ഹാ കുല്ലൽ ബസത്. അങ്ങനെ നീ ചെയ്താൽ ഫതഖഉദ മലൂമൻ മഹ്സൂറാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു രണ്ട് വേർഡ് അല്ലാഹു തിരഞ്ഞെടുത്തത്. മലൂമൻ മഹ്സൂറ. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രവാസിക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് പോലെ ലോകത്തൊരാൾക്കും അത് മനസ്സിലാവില്ല. മലൂം, ആക്ഷേപിക്കപ്പെട്ടവൻ. മഹ്സൂർ, ദുഃഖം പേറി, എന്താ പറയാ, നിരാശപ്പെട്ടവൻ. ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ. കൊടുക്കാനില്ലാത്തപ്പോ ആള് പറയുമ്പോ എന്താ എന്റെ ഒരു പ്രൗഡ്, ഗൾഫുകാരനല്ലേ, എന്തായിരുന്നു എന്റെ വരവും പോക്കും ഒക്കെ, ഇപ്പൊ കണ്ടോ, ഒന്നും എന്റെ ഇല്ലല്ലേ എന്ന് പറയുന്ന ആ കുത്തുവാക്ക് സ്വന്തം രക്തബന്ധുക്കളിൽ നിന്ന്, സ്വന്തം മക്കളിൽ നിന്ന്, സ്വന്തം ഭാര്യയിൽ നിന്ന്, സ്വന്തം നാട്ടുകാരിൽ നിന്ന്, അന്ന് പണത്തിന് വിലയില്ലാത്തിരുന്ന കാലത്ത് കൈവാരിക്കൊടുത്തിരുന്ന ആളുകൾ ഇന്ന് തിരിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട്. ഇല്ല എന്ന് പറയേണ്ടി വരുന്നപ്പോൾ, അന്ന് നമുക്കത് അറിയില്ല. വേർഡ് നോ പറയാൻ അറിയാത്തൊരു കാലം. ഇന്ന് ജീവിതം നമ്മളെ നോ പറയിപ്പിച്ചപ്പോ ആളുകൾ നമ്മളെ ആക്ഷേപിക്കുന്നു. അല്ലാഹു പറയാണ്, എന്തേ കാരണം എന്നറിയോ? നീ ഒന്നുകിൽ ഒന്നും കൊടുക്കാത്തവനായി, അല്ലെങ്കിൽ കിട്ടിയതൊക്കെ കൊടുത്തു കളഞ്ഞു. ഇത് രണ്ടും പാടില്ല. ഫതഖഉദ മലൂമൻ മഹ്സൂറ. സഹോദരന്മാരെ, സമ്പത്ത് അത് നിഅമത്താണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, നമ്മുടെ കറണ്ട്, നമ്മുടെ വെള്ളം, എല്ലാ സംഗതികളും, ഈവൻ നമ്മുടെ ഇന്റർനെറ്റ് പോലും നമ്മുടെ കൈകളിൽ ആവശ്യത്തിലധികം ഉപയോഗിക്കരുതെന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. ആരാധനയുടെ കാര്യത്തിൽ വുളു ചെയ്യാൻ നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിതത്വം പഠിപ്പിച്ചതുപോലെ ലോകത്താരാ പഠിപ്പിച്ചത്? സഹോദരന്മാരെ, ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് സസ്യലതാദികളും ഭക്ഷണങ്ങളും ഒക്കെ ഉള്ള മദീന കാലഘട്ടത്തിൽ അരുവികൾ ഒഴുകുന്നു. ആ മദീന പ്രശോഭിതമായി നിൽക്കുന്ന കാലത്താ റസൂല് പറഞ്ഞത്. ഒരു മനുഷ്യൻ റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് വുളു എടുക്കേണ്ടത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസഅല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വുളുഇ ഫഅറാഹു സലാസൻ സലാസൻ സുമ്മ ഖാല ഹാദാ വുളു. 3 വട്ടം കഴുകി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ മോനെ വുളു. എന്നിട്ട് റസൂൽ പറയണേ, ഫമൻ സാദ അലാ ഹാദാ ഫഖദ് അസാഅ ഔ തഅദ്ദ ഔ ളലമ. ആരെങ്കിലും ഇതിന്റെ മുകളിലാക്കിയാൽ, അധികമാക്കിയാൽ, ഒന്നുകിൽ അവൻ മോശം ചെയ്തു, അതല്ലെങ്കിൽ അവൻ അതിക്രമം പ്രവർത്തിച്ചു, അതല്ലെങ്കിൽ അവൻ അക്രമം കാണിച്ചു. സുബ്ഹാനല്ലാഹ്. അരുവി ഒഴുകുന്നിടത്താണെങ്കിൽ പോലും നിങ്ങൾ ആവശ്യത്തിലധികം വെള്ളം എടുക്കാൻ പാടില്ല, വുളു എടുക്കാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ഇന്ന് നമ്മുടെ രാജ്യം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, തർഷീദ്. നിങ്ങളൊക്കെ എല്ലാവരും മലയാളം പോലെ ഉപയോഗിക്കുന്ന ഒരു വേടാ തർഷീദ്. എന്താ? ആവശ്യം കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കണം. അമിതമായ വെള്ളോപയോഗം. പല്ല് തേക്കാൻ പൈപ്പ് തുറന്നിടും നമ്മൾ. ബ്രഷ് കഴുകാനും വായു കൊപ്പിളിക്കാനാണ് നമ്മൾ പൈപ്പ് തുറക്കുക. പക്ഷെ എപ്പോഴാ പൂട്ടുക? നമ്മളെ 10 മിനിറ്റ് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വായു വധുവൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പൂട്ടുക. അതുവരെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അതേ നമ്മൾക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് വുളു എടുക്കാൻ അറിയാം. നമ്മൾ വെള്ളം പിടിച്ചു വെച്ചിട്ട് യുദ്ധം വരുന്ന കാലഘട്ടത്തിൽ ഭീഷണി ഉണ്ടാകുമ്പോൾ, കൊറോണയുടെ കാലഘട്ടങ്ങളിൽ, ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ
പവർ കട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ പവർ കട്ട് ഉണ്ട്. ഇവിടെ എങ്ങാനും ഗവൺമെന്റ് പവർ കട്ടിന് നിർബന്ധിതനായാൽ ഒരു 5 മിനിറ്റ് പോലും AC ഓഫാക്കി ഇരിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. ഒരു 10 മിനിറ്റ് പോലും AC ഓൺ ചെയ്യാതെ ബക്കാലയിലേക്ക് കാറെടുത്ത് പോകാൻ കഴിയാത്തവരാണ് നമ്മൾ. അങ്ങനത്തെ നമ്മൾ ഒരു ദിവസം മുഴുവനും നോക്കണം, അള്ളാഹുവിന്റെ നിഅമത്തുകൾ എപ്പോഴാണ് മറയുക എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു ആരാണ്? യതഖല്ലബുൽ അംർ, കാര്യങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. കാര്യങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. നിങ്ങൾ ഇന്ന് കേട്ടില്ലേ, ഇന്ന് വായിച്ചില്ലേ, 500-ലധികം റോഹിംഗ്യൻ അഭയാർത്ഥികൾ കടലിന്റെ നടുവിൽ ബോട്ടിൽ മറിഞ്ഞു മരിച്ചു. ആരായിരുന്നു അവർ എന്നറിയുമോ നിങ്ങൾക്ക്? മ്യാൻമറിൽ 67-ലും 65-ലും അതിന്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിലും നമ്മളെപ്പോലെ അഭിമാനമുള്ള, പൗരത്വമുള്ള, സമ്പത്തുള്ള, ജോലിയുള്ള, ആരോഗ്യമുള്ള, അസ്തിത്വമുള്ള ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിന്റെ ചിത്രം ഇന്ന് അള്ളാഹ് നമ്മളെ കാണിച്ചു തരുന്നത് എന്തിനാണ്? ഇന്ന് നിങ്ങൾ ഹൈറിലാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഷർറാണ്. ആ ഹൈറിന് നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് അല്ലദീന, അള്ളാഹു നമ്മളോട് പറയുന്നത് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അതാരാ? ഇബാദുർ റഹ്മാൻ. പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമകൾ, അവർക്ക് 9 ഗുണങ്ങളെ അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ഫുർഖാനിൽ. അതിൽ ഒരു ഗുണം എന്താണെന്നറിയോ? അവരാരാണ്? വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണെങ്കിൽ, ലം യുസ്രിഫു വലം യഖ്തുറു, അവർ അമിത വ്യയം ചെയ്യുകയില്ല, പിശുക്കുകയുമില്ല, കുടുസാക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മീഡിയം ലെവലിൽ അവർ കൊണ്ടുപോകും. സഹോദരന്മാരെ, അതുകൊണ്ട് ഇസ്രാഫ് എന്ന് പറയുന്നത്, അമിതവ്യയം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു രോഗമാണ്. ആ രോഗം ദാഉൻ ഖതീറുൻ യുസീബു അല ശഖ്സ് വഅല അൽഫർദ് വഅല അൽമുജ്തമഅ വഅല അദ്ദൗല. അത് രാജ്യത്തിനെ ബാധിക്കും, വ്യക്തികളെ ബാധിക്കും, കുടുംബത്തിനെ ബാധിക്കും. ആ വൈറസിനെ തടയേണ്ടവൻ അൽ മുസ്ലിം, മുസ്ലിമാണ്. എങ്ങനെ? അലാ മൻഹജ് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ മൻഹജ്, ദീനിന്റെ സകല മേഖലകളിലും മുറുകെ പിടിക്കുക. ദീൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ വരൽ മാത്രമല്ല, ദീൻ എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. അദ്ദീനു അഖ്ലാഖ്, അദ്ദീനു മുആമല, അദ്ദീനു അന്നസീഹ, അദ്ദീനു കമാ അന്നഹു ഇബാദ വശരീഅ വൽഈമാൻ വത്തവക്കുൽ വൽയഖീൻ. ഇതൊക്കെ മതമാണ്. അതാണ് അദ്ദീൻ കാമിൽ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് മതത്തെ പൂർത്തിയാക്കി തന്നു. ഒരു മുസ്ലിമിന്റെ വീട് നോക്കിയാൽ മതം കാണും, അവന്റെ വസ്ത്രം നോക്കിയാൽ മതം കാണും, ജീവിതത്തിലെ ഇടപാടുകൾ നോക്കിയാൽ മതം കാണും. അങ്ങനെ കാണുന്നവനാകണം. അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, സമർപ്പിതരായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. നെറ്റിത്തടുത്ത് മാത്രം ഉണ്ടായ പോരാ, ലൈറ്റിൽ വരെ ഉണ്ട് എന്നാ പറഞ്ഞത് ദീന്, പൈപ്പിൽ വരെ ദീനുണ്ട്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ സൗകര്യങ്ങളും അത് നമ്മളുടെ സൗകര്യങ്ങളാണ്. രാജ്യത്തിൻ്റെ സൗകര്യം, രാജ്യത്തിൻ്റെ സമ്പന്നത, രാജ്യത്തിൻ്റെ സമാധാനം, രാജ്യത്തിൻ്റെ നിയമപാലനം, അത് മുഴുവനും നമ്മളുടേത് കൂടിയാണ്. നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ അത് രാജ്യത്തിന് നഷ്ടപ്പെടും, രാജ്യത്തിന് നഷ്ടപ്പെട്ടാൽ അത് പൗരന്മാരായ നമ്മൾക്ക് നഷ്ടപ്പെടും. ഇത് രണ്ടു കൂട്ടരും ജുസുഉൻ ലാ യതജസ്സ, വേർതിരിക്കാൻ കഴിയാത്ത സമാന്തരങ്ങളാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ സൂക്ഷിക്കുകയും അതനുസരിച്ചുള്ള ഒരു ഇസ്ലാമിക ജീവിതം നയിക്കുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും മാനിച്ചും യഥാർത്ഥ മുഅ്മിനുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഇസ്രാഫ് എന്ന് പറയുന്നത് അമിതവ്യയം. അതെന്താണ്? അതിൻ്റെ ലിമിറ്റ് എന്താ? അതൊരു സ്കെയിലിൽ ഒരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അത് ഡിപ്പെൻസ്.
അത് ഓരോരുത്തരെയും ആപേക്ഷികമാണത്. സൗന്ദര്യം എത്രയാണ് ഏറ്റവും വലുത് എന്ന് പറയാൻ പറ്റാത്തതുപോലെ, സമ്പന്നത എന്താണ് എന്ന് പറയാൻ പറ്റാത്തതുപോലെ, ദുഃഖവും സന്തോഷവും അതിന്റെ അളവ്, അതിന്റെ ലിമിറ്റ് എന്താണെന്ന് പറയാൻ പറ്റാത്തതുപോലെ ഇസ്രാഫ്, അമിതവ്യയവും അങ്ങനെ തന്നെയാണ്. അത് ഓരോരുത്തരുടെ, നമ്മളോട് ചോദിച്ചാൽ മതി. നമ്മുടെ വീട്ടിലെ അലമാരൊന്ന് തുറന്നു നോക്കുക, നമുക്ക് അവിടെ ഇസ്രാഫ് ഉണ്ടല്ലേ എന്നറിയാം. നമ്മുടെ കല്യാണങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാടുകളിലെ ഇന്ന് സ്വന്തം വീട്ടിലെ കല്യാണങ്ങൾ പലതിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ കഴിയുന്നില്ല. മഞ്ഞക്കല്യാണം, ആ മഞ്ഞക്കല്യാണത്തിന്റെ ഡ്രസ്സ് എന്നാ ഉപയോഗിക്കുക? ആ തലേ രാത്രി ഒരു 10 മിനിറ്റ് ഗാനമേള കാട്ടും പാട്ടുമായി കേട്ട് കൈയടിക്കാൻ വേണ്ടി മാത്രം ധരിക്കുന്ന അങ്ങനത്തെ എത്ര വസ്ത്രങ്ങൾ. എൻ്റെ മുമ്പിൽ ടീനേജ് കടന്നു വരുന്ന മക്കളുണ്ട്. അവരുടെ ജീവിതത്തിലെ ഇസ്രാഫ് അവരുടെ പിതാവിന്റെ ജീവിതത്തിൽ ഇസ്രാഫ് ആയിരിക്കില്ല. വാപ്പ ഒരു ഐഫോൺ വാങ്ങി, അല്ലെ ഒരു ഫോൺ വാങ്ങി, ഒരു വിലപ്പെട്ട ഒരു നല്ല ഫോണ്, 10-35 കൊല്ലം പണിയെടുത്ത് എല്ലാ ബാധ്യതകളും നിറവേച്ച് ഒരു കാലത്ത് ഒരു മാസമെങ്കിലും ഒരാഗ്രഹം വന്നപ്പോ ഒന്ന് വാങ്ങി. അതേ ഈക്വൽ 12ാം ക്ലാസ് ജയിക്കാൻ പോകുന്നവന് ഇങ്ക അതേ ഫോൺ വേണമെന്ന് പറയുന്നത്, അത് രണ്ടും ആവശ്യങ്ങളാണോ? അല്ല. ഒരു ബൈക്ക് വാങ്ങാനോ, ഏത് ആവശ്യങ്ങൾ നിറവേറ്റാൻ മക്കളാ നോക്കേണ്ടത്. ഉപ്പനെ, ഉമ്മനെ, ജ്യേഷ്ഠനെ, കാര്യങ്ങൾ നടത്തുന്നവരെ, അതിന്റെ താഴെയുള്ളവരാ നോക്കേണ്ടത്. ഇന്ന് അവരാണ് നിർബന്ധിക്കുന്നത്, പെൺകുട്ടികളാ നിർബന്ധിക്കുന്നത്. എനിക്ക് കല്യാണത്തിന് 2 ലക്ഷത്തിന്റെ ഡ്രസ്സ് വേണം, ഇന്ന ഡ്രസ്സ് വേണം, ഇന്ന അറ വേണം, ഇന്ന ഹോള് വേണം. നാട്ടിൻപുറത്ത് 5-10 ഹോളിൽ എവിടെയാ ഒഴിവുള്ളത് എന്ന് നോക്കിയാണ് ബാപ്പ. പക്ഷെ മോനോ പറയും, നോ, അതുപോരാ, ഒഴിവുള്ളിടത്തി പോരാ, ഈ ഹോള് വേണം. കാരണം അവിടുത്തെ സ്റ്റേജ്, അവിടുത്തെ ഫെസിലിറ്റി അങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വരാനുള്ളതാ, പാർക്കിംഗ് ഇങ്ങനെ വേണം, പോകാനുള്ള കാർ ഇങ്ങനെ വേണം. ഇവിടെയാണ് ഒരു മുസ്ലിമിന്റെ ദീൻ അവനെ നിയന്ത്രിക്കേണ്ടത്. സഹോദരന്മാരെ, ഞാൻ നീട്ടുന്നില്ല. അള്ളാഹുവിന്റെ ഒരു ആവശ്യം എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക. ഇമാം മാലിക് റഹിമഹുല്ല പറയണേ, അഖ്ദുൽ മാലി മിൻ ഹഖ്ഖിഹി. ഇസ്രാഫ് എന്ന് പറഞ്ഞാല് ന്യായമായ മാർഗത്തിൽ നിന്ന് സമ്പാദിക്കുക, എന്നിട്ട് വവളഅഹു ഫീ ഗൈരി ഹഖ്ഖിഹി, അന്യായമായ സ്ഥലത്ത് അത് കൊണ്ടുപോയി വെക്കുക. അതാണ് ഇസ്രാഫ്. അത് ചെയ്യില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം നമ്മെ അള്ളാഹ് ഏൽപ്പിച്ചത് ഈ രീതിയിൽ എല്ലാ മേഖലയിലും മുസ്ലിമായി മരിക്കാനാ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മൾ പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന